അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു 2 പേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. പല തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഇന്നത്തെ ഈ ദിവസം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ തപോകളും കുടുംബാംഗങ്ങളോടും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ സന്തോഷമുണ്ട് എല്ലാവരും എത്തിച്ചേർന്നത്. പിന്നെ ഒരുപാട് ആളുകൾ എല്ലാവരും വിളിച്ചിട്ട് പറയും നേരത്തെ അറിഞ്ഞില്ല, അല്ലെങ്കിൽ അങ്ങനെ ചില പോരായ്മകൾ. പക്ഷെ 2 ആഴ്ച നമ്മൾ വീട്ടിൽ അല്ലേ, 2 ആഴ്ച മുമ്പ് വീട്ടിൽ. അപ്പം സ്വാഭാവികമായിട്ട് പല പിള്ളേർക്ക് പരീക്ഷ എന്തൊക്കെ ഭയങ്കര തിരക്കുണ്ടാകും. പക്ഷെ നമുക്ക് ഇപ്പോൾ കുറേ നാളായിട്ട് പരാതി പറയുന്നുണ്ട്, വെക്കുന്നില്ല, സത്സംഗം വെക്കുന്നില്ല എന്നുള്ള പരാതി. അപ്പോൾ നമുക്കിത് വെക്കാതിരിക്കാൻ പറ്റത്തില്ല അല്ലേ. നമുക്ക് എല്ലാവരെയും നമുക്ക് കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അന്ന് സംഘടിപ്പിച്ച് അങ്ങനെ വെച്ചു എന്നുള്ളത് താല്പര്യമുള്ളവരൊക്കെ എന്നുള്ള രീതിയിൽ. കാരണം ശ്രീവിദ്യ ഒരു മുനിസിപ്പാലിറ്റി മാത്രം വേണമെന്ന് വെച്ച് കൊടുക്കേണ്ട ഒരു സംഗതിയല്ല എന്നുള്ളതാണ്. താല്പര്യമുള്ളവർ മനസ്സിലാക്കി. അപ്പം നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ടീച്ചർ തോറ്റാണ് ഒരുപാട് കാര്യം പറയേണ്ടതാണ്. ടീച്ചർ പഠിപ്പിച്ചില്ല, പേന തരുന്നില്ല, അന്ന് എൻ്റെ വീട്ടിലന്ന് കല്യാണമായിരുന്നു അല്ലേ, കറണ്ട് പോയി. പക്ഷേ മണനാളത്തിൻ്റെ വട്ടത്തിൽ നിന്ന് പഠിച്ച് വാങ്ങിക്കുന്ന കുട്ടികളുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളങ്ങനെ ആരാണ് വരുന്നത് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. നമ്മൾ ചെയ്യും. എൻ്റെ ഡ്യൂട്ടി ഡെയിലി ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം ഞാൻ ചെയ്യുക. അവിടെ വ്യക്തികളോ മറ്റു കാര്യങ്ങളോ ഒന്നും അവിടെ വിഷയമാണ്. താല്പര്യമുള്ള ആളുകൾക്ക് വളരെ പങ്കെടുക്കാൻ, മനസ്സിലാക്കാൻ. കാരണം പരശുരാമൻ ഹയഗ്രീവൻ അഗസ്ത്യനോട് പറയാം, വിദ്യ ശ്രീവിദ്യ, അതായത് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം പരമ സാക്ഷാത്കാരം 2 വഴികളാണ്. 2 വഴികളുള്ളൂ. ഒന്ന് നിർഗുണമായി ഈശ്വരനെ ഉപാസിക്കുക, 2 സഗുണമായിട്ട് ഉപാസിക്കുക. നിർഗുണ ഉപാസന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. എളുപ്പം മനസ്സിലാക്കാൻ പോകണം. അതായത് പരബ്രഹ്മം എന്ന ലെവലിലേക്ക് നമ്മൾ പോകാൻ പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള പണിയാണ്. സാധാരണ ആളുകൾക്ക് ഒരിക്കലും പറ്റുന്ന ഒരു കാര്യമല്ല. സഗുണ ഉപാസനയാണ് പിന്നെ പറ്റുന്നത്. ദേവി ഉപാസിക്കുക എന്ന് അഗസ്ത്യനോട് പറയാം. അതാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ആത്മസാക്ഷാത്കാരം കിട്ടാൻ, ഈശ്വര സാക്ഷാത്കാരം കിട്ടാൻ പറ്റുന്ന പരിപാടികളാണ്. അപ്പോൾ
അത് ക്രൈസ്തവരോട് പറയാം, നീ എല്ലാവരിലേക്ക് എത്തിക്കണം. ക്രൈസ്തവൻ എല്ലാവരിലേക്കും ഈ സാധനാ പദ്ധതി, ശാസ്ത്രീയമായ പദ്ധതി എല്ലാവരും എത്തിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ദേവി ആഗ്രഹിക്കുന്നു ഇത് എല്ലാവരിലേക്കും എത്തിക്കണം, അല്ലേ? അപ്പൊ അവിടെ എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് നമുക്ക് മാറാൻ പറ്റുക, നമുക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക്. ഒരു സ്കൂളിൽ അധ്യാപകനാണോ കൂടുതൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണോ? അല്ലേ? ഈ പഠിപ്പിച്ച വേഗം പഠിക്കാം. ചില കുട്ടികളൊക്കെ അതുകൊണ്ട് മരത്തിനെയൊക്കെ അടിച്ച് പഠിപ്പിക്കുന്നു, അല്ലേ? പഠിപ്പിച്ച് പഠിക്കുന്നവരുണ്ടോ? അങ്ങനെ കാര്യങ്ങളുണ്ടോ? അറിയാം, അല്ലേ? കണ്ടില്ലേ? ചില ദൈവമൊക്കെ രാമനെ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയാവും നമ്മൾ കുറച്ചുകൂടെ ഉത്തരവാദിത്വം പോലെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു. അപ്പൊ നമ്മളിലേക്ക് കൂടുതൽ ആ സംഭവം വരുന്നു. ഉത്തരവാദിത്വ ബോധം കൂട്ടാനുള്ള ഒരു എളുപ്പ വഴിയാണ് പഠിപ്പിക്കാനുള്ള ആ വേണ്ടിയുള്ള ശ്രമങ്ങൾ. പല ആളുകളെയും ഈ സംവിധാനത്തിലേക്ക് പരിചയപ്പെടുത്തുകയും അവർക്ക് ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? അല്ലേ? പല ആൾക്കാർ അവര് നിങ്ങളെങ്ങനെ കാണുന്നത്? അല്ലേ? വലിയ സന്തോഷമായിട്ടാണ്, അല്ലേ? ശരിയല്ലേ? നിങ്ങളാണ് എന്നോട് പറയുന്നത്. എനിക്ക് ഭയങ്കര തോന്നി അങ്ങനെ ഒരു സംവിധാനത്തെ ആർക്കും അറിയില്ല, പരസ്യങ്ങളൊന്നും ഇല്ല, യൂട്യൂബ് വീഡിയോ എടുക്കുന്നതല്ലാതെ ദൈവം തീരുമാനിക്കുന്ന ആളുകൾ നമ്മളിലേക്ക് വരണം എന്നുള്ളതുമില്ല. അപ്പൊ അങ്ങനെ പോവാണ്. അപ്പൊ നമ്മളിത് എന്തിനാണ് ഒരാൾ, ഒരു ഗായകൻ, ഒരു തെരുവ് ഗായകൻ അവിടെ ഇരുന്ന് പാടുന്നു. ഒന്നിനു വേണ്ടിയല്ല, പല ആൾക്കാരും അങ്ങനെയുണ്ട്. ഒരു ബൗൾ ഗായിക പാടിക്കൊണ്ടിരിക്കുന്നു. ബൗൾ ഗായിക പാടുന്ന അവർക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ ആത്മാവിന്റെ പൂർണ്ണതയാണത് സംഗീതം. അവർ സ്വയം ഒരു റോസാപ്പ് സുഗന്ധം പറ്റുന്ന ആർക്കും വേണ്ടിയിട്ടല്ല, അത് അതിൻ്റെ ഗുണമാണെന്ന് പറയുന്നവരാണ് ഒരു സാധന ചെയ്യുന്നത്. അല്ലെങ്കിൽ ദൈവയോടുള്ള പ്രണയം, സ്നേഹം, റെസ്പെക്ട്, ഇതെല്ലാം ചേർന്ന വികാരം അതിങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മളിലേക്ക് അത് കൂടുതൽ 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 മന്ത്രമൊന്നും അല്ല പ്രധാനം. ചെല്ലുപടി സാറേ, ഞാൻ നേരത്തെയും കൂടുതൽ ഇപ്പോൾ ജപിക്കുന്നുണ്ട്. എനിക്ക് ആദ്യം ജപിച്ചോണ്ടിരുന്നത് ഭൂമിയില്ല, കണക്ഷൻ ചെയ്യും. അതെന്തൊക്കെ യാന്ത്രികമായിട്ടൊരു സാധനം പലപ്പോഴും പറ്റുന്നതാണ്. യാന്ത്രികമായി പോകുന്ന സാധനം ഇത് ഭയങ്കര പ്രശ്നമാണ്. ഒരാള് കാർ ഓടിക്കുന്നത് എപ്പോഴാണ് ഏറ്റവും നന്നായി കാർ ഓടിക്കുന്നത്? കാർ പഠിക്കുന്ന സമയത്താണ്. നമ്മളൊക്കെ കാർ ഓടിക്കാൻ അറിയാവുന്നവരുണ്ടല്ലോ, വേറെ വന്നവരുണ്ട്. നമ്മൾ കാർ പഠിച്ച സമയത്ത് അത്രയും ഭംഗിയായിട്ട് ഇന്നുവരെ കാർ ഓടിച്ചിട്ടുണ്ടോ? പിന്നെ ഇടിക്കുമെന്ന് പേടിയുള്ളത് പത്ത് ശ്രദ്ധിച്ചാണ് ഓടിക്കുന്നത്. ആവശ്യമില്ലാതെ ഓർത്തേക്ക് ചെയ്തിട്ടില്ല എന്നാണ്. ശരിയല്ലേ? എൻ്റെ അനിയോട് ചോദിച്ചു, ഞാൻ കാർ പഠിച്ചു വരുന്ന സമയത്ത് അവൻ എന്നെക്കാൾ നേരത്തെ പഠിച്ചാണ്. ഇത് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സംഭവം എങ്ങനെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അഹങ്കാരം പറയും, ഓവർടേക്ക് ചെയ്യാൻ. അതാണ് അതിൻ്റെ സിഗ്നൽ. ആ സമയത്ത് നമ്മൾ ഓവർടേക്ക് ശരിയാണ്. ഞാൻ ആലോചിച്ചത് ശരിയാണ്. ഞാനൊരു ഓവർടേക്ക് തുടങ്ങി എനിക്ക് അഹങ്കാരം വന്നപ്പോൾ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധന ചെയ്യുന്ന തുടങ്ങുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച്, വളരെ വളരെ ചിട്ടയോടുകൂടി വളരെ ശ്രദ്ധിച്ചു ആത്മാർത്ഥമായിട്ട് വേണം നമ്മൾ സാധന ചെയ്യും. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ജബോധ സൈഡിൽ കിടക്കും, ചന്ദനമായ ഒരു സൈഡിൽ കിടക്കും. അല്ലെങ്കിൽ വേറെ 100 കാര്യങ്ങളാണ് അതിൽ കിടക്കുക. പോയത് അറിയത്തില്ല. കുറച്ച് കഴിയുമ്പോഴാണ് പോയി. അത് സൗന്നാണോ സൗഹൃദാണോ അല്ലെങ്കിൽ ഇതൊക്കെ ആലോചിച്ചാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു സൈഡിൽ ട്രെയിൻ പോകുന്നു, ട്രെയിൻ ഒരിക്കലും 2 ഭാഗം കൂട്ടിക്കൂട്ടുന്നില്ല. സാധാരണ സൈഡിൽ കൂട്ടത്തിൽ ട്രെയിനിങ്ങനെ സഞ്ചരിക്കും. എപ്പോഴാണ് ദേവിയുമായിട്ട് ഈശ്വരനുമായിട്ട് ഒരാൾക്ക് ഹൃദയ ബന്ധം ഉണ്ടാകുന്നത്, അപ്പോഴാണ് ശരിക്കും ദേവിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും.
അതിൽ നമുക്ക് വിഷമങ്ങളും ദുഃഖങ്ങളും ഉള്ളപ്പോൾ നമ്മൾ ഇങ്ങനെ ആ വിഷമത്തിൽ നിന്ന് വിളിച്ചാൽ എന്തോ ഉണ്ടാകുന്നത് പലർക്കും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ അപ്പോഴെല്ലാം ഉണ്ടാകുന്നത് ഒരു വിഷമത്തിൽ ഇരിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ ദൈവം സഹായിക്കേണ്ടതെന്ന് നമുക്ക് തോന്നും. ശരിയല്ലേ? വിഷമത്തിൽ ദുഃഖത്തിൽ ഇരിക്കുന്ന ഒരാളല്ലേ സഹായിക്കേണ്ടത്, പക്ഷെ ദുഃഖത്തിൽ ഇരിക്കുന്നവരെ സഹായിക്കുന്നില്ല വരുന്നു. അതാണ് അതിന്റെ പ്രശ്നം. പലർക്കും ഈ വൈരുദ്ധ്യം മനസ്സിലാകുന്നതാണ് സാധനയിൽ വിജയിക്കാൻ പാടുള്ളത്. ഈ വിഷമത്തിലിരിക്കുന്ന ആളുടെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ആരാണ്? ബാധകളാണ്, നെഗറ്റീവ് എനർജികളാണ്. തർക്കമൊന്നുമില്ല. ഞാനിപ്പോ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ എന്റെ കൂടെ നെഗറ്റീവ് ബാധകമായിട്ടാണ് ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നത്. വിഷമം എന്തുകൊണ്ട് വരുന്നു എന്ന് ആലോചിക്കുന്നത്. എന്തുകൊണ്ടാണ് ദുഃഖം വരുന്നത്? ഈഗോ ഉള്ളതുകൊണ്ടാണ്. ഈഗോ ഉള്ളവർക്കാണ് ദുഃഖം വരുന്നത്. ഞാൻ ഒരു തെറ്റ് ചെയ്യാം, ഞാനിതൊക്കെ സഫർ ചെയ്യാം, ഞാൻ എന്ത് ചെയ്തിട്ടാ ദൈവമേ ഞാൻ സഫർ ചെയ്യും, ഞാൻ ആരോടും ഇതുവരെ മോശമായിട്ടൊരു കാര്യവും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനു ഞാൻ ഇത് പറയുമ്പോൾ നമുക്ക് എന്താ ഇതിന് കുഴപ്പമെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഞാൻ ഭയങ്കര പെരുത്തനാന്നുള്ളതും അഹമാണ്, ഞാൻ ഒന്നും അല്ലെന്നുള്ളതും അഹമാണ്, ഞാൻ പാപമാണെന്നുള്ളതും ഞാൻ ദുഷ്ടനാണെന്നുള്ളതും അഹമാണ്, ഞാൻ ശരിയാണെന്നുള്ളതും ഞാൻ തെറ്റാണെന്നുള്ളതും അഹമാണ്. ഇതെല്ലാം ഞാൻ വിട്ടിട്ടൊരു കളി. ഈ ഞാനുള്ളപ്പോൾ ദേവിക്ക് നമ്മളിലേക്ക് കയറാൻ പറ്റത്തില്ല. ഇത് മനസ്സിലാകാനൊക്കെ കുറെ അറിയിക്കണം പലരും. ചിലർക്ക് വേഗം കിട്ടും, അത് കൂടുതലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും. നമുക്ക് ചില ആൾക്കാർ പറയുന്നതായിട്ടില്ലേ, അവനെ അവിടെ കൊണ്ടുകൂടെ കൊണ്ടുപോകും, അവന് വേണ്ട തലയെ കുണ്ടലിൽ കയറിയൊക്കെ പറയുന്നത് സാറെന്താ അവരെ എക്സ്ട്രാ പഠിപ്പിക്കുന്നുണ്ടെന്നൊക്കെയാണ്. അങ്ങനൊന്നുമില്ല. ചില ആളുകൾക്ക് ഇത് വേഗം തട്ടും, ചിലർക്ക് പതുക്കാം. ചില ആളുകൾക്ക് പൂർവ്വജന്മത്തിലേ അതിനുള്ള പണി എടുത്തിട്ടുണ്ട്, ചില ആളുകൾക്ക് ഇപ്പോഴാണ് അവർ അറിയുന്നത്. അത്രേ ഉള്ളൂ. ഞാൻ എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്. ഈ ഞാൻ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ദുഃഖവും സന്തോഷവും പരാജയം വിജയമൊക്കെ. ഞാൻ ഉള്ളപ്പോൾ ദേവതയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ബോഡി. ഞാനില്ല എന്നൊന്ന് വിചാരിച്ചാൽ മതിയോ സാർ? ഞാനില്ല, ഒന്നുമല്ല, ഞാൻ ഒന്നുമല്ല. ഞാനൊന്നുമല്ലെന്നല്ലേ പറഞ്ഞു. ഞാൻ ആദ്യം പിന്നെ ബാക്കി എന്ത് പറഞ്ഞാൽ ശരി. ഒരു സ്ഥലം ഡോക്ടറിനോട് ചോദിക്കുക, എന്റെ ഡോക്ടർ നോക്കി ഇത്രയ്ക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്ട് എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാം വായിക്കാൻ പഠിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇത്രയ്ക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് അല്ലാതെ കാരണം ഞാനും എല്ലാം പഠിക്കുക അതില്ലാതാണ്. ചിലർക്ക് ഇത് ഭയങ്കര സഫർ ചെയ്തിട്ടാണ് ഇല്ലാതാവുന്നത്. എന്നെ പരീക്ഷിക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടാവുന്ന ഒരു രക്ഷയില്ല ദേവി, എന്നെന്താ എനിക്കെന്താ സംഭവിക്കുന്നത്? ലാസ്റ്റില് ഇതൊന്നും ചെയ്യാൻ അപ്പൊ സീറോവാണ്. അവിടെ ഒന്നുമില്ലാതെ എംപ്റ്റിനെസ് വന്ന് അതിലേക്ക് ദേവി കയറി രക്ഷപ്പെട്ടു. ഈ എംപ്റ്റിനെസ് വരുന്നില്ല, നടത്തും, വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം എപ്പോഴും നമ്മളൊരു ഞാനെന്നുള്ള ഒരു സംഭവത്തിൽ എന്തുകൊണ്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്? നോക്കിക്കാണുന്നത് ഞാനില്ലാതെ ഞാൻ ഇന്നുവരെ ഒന്നിനെ നോക്കി കണ്ടിട്ടില്ലല്ലോ. അങ്ങേ അറ്റമെത്തുമ്പോൾ ആരയിച്ച് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അവസാനമാണ് ചിലർക്ക് ഈ ഞാൻ വിടാൻ പറ്റുന്നത്. ബുദ്ധനോട് പറഞ്ഞതാണ്, ബുദ്ധൻ പറഞ്ഞതാണ് മഹാകാശം അല്ല ഒരാള് പറഞ്ഞു, ഞാൻ എന്റെ സ്വർണ്ണങ്ങളുമായിട്ട് അവൻ അംഗീകരിക്കുന്നത് അതവരിത് സ്വർണ്ണം കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു അതവരിത് ഒന്നുമില്ല, ഡ്രസ്സമാക്കി ഞാൻ നിങ്ങളൊന്നും പച്ചയായ മനുഷ്യരാണ്, തെറ്റാണ് ആഗ്രഹിക്കുന്നത് അതവരിത് പറയും. അപ്പം എനിക്ക് മനസ്സിലായി
ഞാൻ സമർപ്പിക്കുക എന്നുള്ള ഒരു ഞാനുള്ള കിടപ്പില്ലേ, അത് കളയാനാണ് പറഞ്ഞതെന്ന് മനസ്സിലായത് പുള്ളി എൻ്റെ ആത്മസാക്ഷാത്കാരത്തിൽ അതൊന്ന് സമർപ്പിക്കപ്പെട്ടു. ഒരു സെൻ ബുദ്ധിസത്തിലുള്ള ഒരു സ്റ്റോറിയാണ്. ഒരു പുറകിലിരുന്നിട്ട് ഇങ്ങനെ പ്രീച്ച് ചെയ്യാണ്. ബോധിസത്വനെ കുറിച്ച് എന്നും പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി അവിടെ നിന്ന് എപ്പോഴും ഈ ഗുരു ഇടക്കിടയ്ക്ക് ഇങ്ങനെ കൈ കൊടുക്കുകയാണ്. അത് ഗുരുവിൻ്റെ ഒരു ശീലമാണ്. ഈ കുട്ടിയല്ല, ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ എടുക്കും, കളിയാക്കുന്നതാണ് ഇടക്കിടക്ക്. ഗുരു ഇങ്ങനെ കാണിക്കുമ്പോൾ കുറേ കയറുന്നു. ഒരു ദിവസം ഈ ഗുരു കൊണ്ട് പിടിച്ച് കയ്യാമത് വെച്ചിട്ട് വെച്ചാൽ മുറിച്ചൊരാണ്. അത് ഭയങ്കര പ്രശ്നമായി, ദുഃഖമായി. എങ്കിലും ഗുരുവിനാണ് വലിയ സ്ഥാനമാണ്. ഗുരു എന്ത് ചെയ്താലൊന്നുമില്ല. അത് കഴിഞ്ഞുള്ള പ്രഭാഷണങ്ങളിൽ ഗുരു ഇങ്ങനെ പറയുമ്പോൾ ഇതെന്തുവാണ്, ഇത് എങ്ങനെ സംഭവിച്ചിരിക്കുമ്പോ സ്റ്റോറീസിലൊക്കെ ഇങ്ങനെ എല്ലായി എന്ന് പറയുന്നത് എളുപ്പം. ബോധിധർമ്മൻ ഒരു ചുമരിനെ നോക്കി വർഷങ്ങളോളം ധ്യാനം ചെയ്തു. ചോദ്യം വന്നില്ല, തീയും വന്നില്ല. ഒരു സുപ്രഭാതത്തിൽ ചുമച്ച് ക്ഷയം പിടിച്ച് ചുമച്ച് ചോര നെറ്റിയിലേക്ക് തുപ്പിയിട്ട ചോര ഇങ്ങനെ ഒഴുകി വരുന്ന കണ്ടപ്പോൾ ബോധിധർമ്മൻ എന്നിട്ട് അതെന്തോ അത് ആളാണ്. ഒരു സന്യാസി മാംസം പൊക്കിട്ടിരിക്കുന്നിടത്ത് ഒരു ആളുകൾ വന്ന് മാംസം വാങ്ങിച്ചോണ്ട് പോയി. ഞാൻ വളരെ ദുർഗന്ധത്തോടുകൂടി, ഇത് വളരെ ദുഗുപ്സിയോടുകൂടി നോക്കിയിരിക്കുകയാണ്. മാംസം പൊക്കി കയറിയിരിക്കും, വാങ്ങിച്ചോണ്ട് പോകും. അതൊക്കെ ഈ ലോകത്ത് നടക്കും. അപ്പോഴത്തേക്ക് ഒരാൾ എളുപ്പമെന്ന് വെച്ചു, ഒരു നല്ല മാംസം ഒരു റാത്തൽ എനിക്ക് വേണം. അപ്പൊ ഇയാൾ പറഞ്ഞു, ഒക്കെ കടക്കാരൻ പറഞ്ഞു, ഇവിടെ എല്ലാം നല്ലതേ ഉള്ളൂ. ഇയാൾ എല്ലാം അതെന്തൊരു പരിപാടി, അതെന്താ ഞാൻ എപ്പോഴില്ലാതാവുന്നു. ഈശ്വരീയത നമ്മളിലേക്ക് 4 സൈഡിൽ നിന്നും പ്രവഹിക്കും. ഈശ്വരൻ നോക്കിയിരിക്കുക നമ്മുടെ ഉള്ളിൽ കിടന്ന് നമ്മളിങ്ങനെ നിൽക്കും. സീതനമ്പൂരി എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നാൽ നിങ്ങൾ എന്നെ വിളിക്കുന്നത് എന്താണ്? പ്രേതം. എന്റെ ശ്രീധരൻപൂരിയുടെ പ്രേതം അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ പ്രേതം ഏതാണ്? ഏറ്റവും വലിയ ബാധ്യത ഏതാണ്? പ്രേതങ്ങൾ നമുക്ക് ബാധ്യതയാണ് അല്ലേ? എന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ പ്രേതം ഏതാണ്? അതേ മനസ്സിലാക്കണമെങ്കിൽ പ്രപഞ്ചത്തിലെ മറ്റു മൃഗങ്ങളെ എല്ലാം നോക്കിയാണ് അവർക്ക് ഇങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് പ്രപഞ്ചത്തോട് ഈശ്വരനോട് ഏറ്റവും ചേർന്ന് ജീവിക്കുന്ന മൃഗങ്ങൾ. ഒരു പൂച്ചയെ എപ്പോഴും ഒഴിവാക്കാമെന്ന് നമ്മളെപ്പോഴും പറയുന്നതിന്റെ കാര്യമാണ്. പൂച്ചയെ നോക്കിയാൽ നമ്മൾ എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് മനസ്സിലാക്കും. പൂച്ച സന്യാസി. പൂച്ചയുടെ അത്രയും രസകരമായിട്ടുള്ള മൃഗങ്ങൾ ബുദ്ധിയുള്ള നമ്മളെ നമുക്ക് രാവിലെ ഭക്ഷണം നടത്തി നമ്മളെ നോക്കി ഒരു സൂചിച്ചൊക്കെ നോക്കി ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാൻ അത് ഭയങ്കര രസമാണ്. പൂച്ച പട്ടിയെ പോലും പേടിപ്പിച്ചു കൊടുത്തു. ഞാൻ പട്ടി പൂച്ചയുടെ മുഖത്തോട് നോക്കിയ പൂച്ച ഇങ്ങനെ നോക്കി നമ്മൾ നോക്കിയിരുത്തതാണ്. പൂച്ചയുടെ മുഖത്ത് നോക്കിയിരിക്കണം. തുടങ്ങുന്നത് പക്ഷേ നമ്മുടെ വള്ളത്തിലൊക്കെ മനസ്സിലാക്കുന്നത് എന്തോ നമുക്ക് നാണക്കേട്. പൂച്ചയ്ക്ക് നാണക്കേടില്ല, കാരണം നമ്മുടെ കള്ളക്കാരെ മനസ്സിലാവും. പൂച്ച ഇങ്ങനെ നോക്കി ഒരാൾ നമ്മളിങ്ങനെ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ രഹസ്യത്ത് പോകാന്നുള്ളൊരു പിടുത്തം പോകുന്നൊരവസ്ഥ വരും. പൂച്ച കടയിൽ പോയി സാധനം വാങ്ങിച്ചോണ്ട് വന്നാൽ ചിന്തിക്കും, ഞാൻ കടയിൽ പോയി സാധനം വാങ്ങിച്ചോണ്ട്. നമ്മൾ കടയിൽ പോയി ഞാൻ കടയിൽ പോയി സാധനം വാങ്ങിച്ചോണ്ട് ഞാനത് അവരോട് അങ്ങനെ പറഞ്ഞു, ഞാൻ ഇവരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ രാവിലെ പോയി കിളച്ചു. എക്സ്ട്രാ കൂടി ഞാനുണ്ടോ ഒരു മൃഗത്തിനില്ല. അപ്പൊ അതുകൊണ്ട് ആണ് പറഞ്ഞത് നമ്മൾ നമ്മളെ വീട്ടിൽ ചേർന്നെടുത്തി ഈശ്വരൻ നമ്മളിലൂടെ പ്രവർത്തിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്താൽ
നമ്മളുടെ സൃഷ്ടിയുടെ പൂർണ്ണത അവിടെ സംഭവിക്കും. ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ ബുക്ക് ചെയ്യാൻ എടുത്തത്. ഞാൻ വേറെ എന്തൊക്കെയോ കുറെ ഓടിയാളാണ്, ഒരുപാട് എല്ലായിടത്തും ഫെയിലിയർ ആവുക. കാരണം എന്നെ കൊണ്ട് എക്സ് ചെയ്യിക്കാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഞാൻ ചെയ്യുന്നത് മുഴുവൻ വയ്യാണ്. ഞാനിങ്ങനെ മാറി ഒരുപാട് സംഭവം ചെയ്യുന്നത് ഫെയിലിയർ ആവുകയാണ്. അപ്പൊ ഇത് എന്റെ കുഴപ്പമാണെന്നാണ് വിചാരിക്കുന്നത്. എന്റെ ദുഃഖമാണല്ലോ. ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി പോയല്ലോ. ഞാൻ പൈസ ഉണ്ടാക്കാൻ എനിക്ക് പറ്റുന്നില്ല, എന്റെ കുടുംബം നോക്കാൻ പറ്റുന്നില്ല, എനിക്ക് നഷ്ടങ്ങൾ ഒരുപാട്, ഉണ്ടായിരുന്ന വസ്തു പോയി, അത് പോയി, ഇത് പോയി, ബുദ്ധിമുട്ട് പോയി. കാരണം ഞാൻ ഇതിനെ ദൈവം പറയുന്നതിലോട്ട് കണക്ട് ചെയ്യുന്നില്ല. കാരണം ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ ഒരു സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാസന എനിക്കുണ്ട്. അത് റിസീവ് ചെയ്യിക്കാൻ നിങ്ങളുടെ കൂട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് എവിടെയൊക്കെയോ. എനിക്കറിയില്ല, എന്റെ സെൻഡിങ്ങും അറിയില്ല, റിസീവിങ്ങും അറിയില്ല. പക്ഷെ കോഴിക്ക് താറാവിനൊക്കെ അറിയാം. കാരണം കോഴി കുഞ്ഞുണ്ടായി വരുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ എന്തോ ഒരു ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നു. താറാവും കുഞ്ഞുണ്ടായി വരുന്നത്. അതുകൊണ്ടാണ് രണ്ടുപേരും വന്ന് വെള്ളത്തിൽ ചാടാൻ നിൽക്കുമ്പോൾ ആരും പഠിപ്പിച്ചിട്ടല്ല, താറാവ് കുഞ്ഞ് വെള്ളത്തിലോട്ട് ഇറങ്ങി ചാടി നീന്തും. അതിനൊരു കുഴപ്പം വരത്തില്ലെന്ന് അറിയാവുന്ന എന്തോ ഒരു ഇന്റലിജൻസ് അതിന്റെ ഉള്ളിൽ പണ്ടേ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വെള്ളം നീന്താൻ വേണ്ടി ഒരു വെള്ളം, അതിന്റെ ഡെൻസിറ്റി, ഈ കാര്യങ്ങളൊക്കെ സയന്റിഫിക് ആയിട്ട് നേരത്തെ ഈ ഭൂമിയിൽ ഉണ്ട് ആൾറെഡി. ഇതിനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന വെള്ളം. എന്നാൽ കോഴിക്കുഞ്ഞിന് ഇത് റിജക്ട് ചെയ്യും, ഇത് ചേർത്തില്ല, ഇത് ഇറങ്ങിയ പറ്റത്തില്ലെന്ന് അറിയാവുന്ന ഒരു ഇന്റലിജൻസ് ഉണ്ട്. ആരെ ഇതൊക്കെ വെച്ച് കിട്ടി നമുക്കെല്ലാം നമ്മളുടെ വാസനാപരമായതാണ് ഗീത പറയുന്നത്. സ്വധർമ്മ ശ്രേയാം ദൈവം പല ധർമ്മവും ഭയാണ്. സ്വധർമ്മം ചെയ്യുന്നത് ശ്രേയസ്സുണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും, പലധർമ്മം ചെയ്യുന്നത് ഭയമുണ്ടാവും. ഇവിടെ എന്താണ് പ്രശ്നം? എന്റെ സ്വധർമ്മം എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. എല്ലാവരും ഒരു വള ഇട്ടുകൊണ്ടിരുന്ന ആളുടെ മോതിരം കുറയ്ക്കാത്ത സ്വർണ്ണം മുതൽ അവസാനം 500 വരെയുണ്ടാക്കി. നമുക്ക് ഏതിനകത്താണ് ഇങ്ങനെ അറിയാം. ഒരു കൂട്ടുകാരനോട് പറഞ്ഞത് ഇങ്ങനെ പറ്റി, ഞാനിട്ട് എല്ലാം പൈസ കൊടുത്ത് വാങ്ങിച്ച് ശമ്പളം വേണ്ടാന്ന് വെച്ച് എല്ലാം പൊളിച്ച് നോക്കി. അല്ലാതെ വെറുതെ പൊളിച്ചവരെ ആരെങ്കിലും ഉപയോഗിക്കുമോ? ഇല്ല. അവസാനത്തെ വളയ്ക്കാക്കി അത് പൊട്ടാൻ അവൻ പറയുക, പൊട്ടാൻ നമുക്ക് ആദ്യം അതെടുക്കാൻ പൊളിച്ച് നോക്കി 499 പറയും ചീത്തയാവുകയാണ്. ശരിയാണോ? അല്ല, കാര്യം എന്താ, നമുക്ക് അറിയത്തില്ലല്ലോ എവിടാണ് നമ്മുടെ സ്വധർമ്മം ഇരിക്കുന്നതെന്ന്. എല്ലാം പൊളിച്ച് നോക്കി അവസാനം ചെറിയ അരിയും കിട്ടില്ലേ, എല്ലാം പോകുന്നത്, ചെയ്യുന്നതെല്ലാം പരാജയപ്പെടുകയാണ്. അവസാനത്തെ മണയിലിരിക്കുന്ന സാധനം അത് കുത്തി. മോതിരം 7,000 രൂപ 10,000 രൂപ വിലയുള്ളതായിരിക്കും. വടക്കേ 500 അല്ലെങ്കിൽ കുറച്ച് പൈസയാവും. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും ലാഭം. അപ്പൊ നമുക്ക് എന്താ പ്രശ്നം? ആക്ച്വലി ഏതിനകത്താണ് ഈ മോതിരം ഇരിക്കുന്നത് നമുക്ക് അറിയില്ല എന്നുള്ളതല്ലേ നമ്മുടെ പ്രശ്നം. സ്വധർമ്മം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് മനസ്സിലാവുന്ന ആദ്യമേ ചെയ്തേ വേറെ പരിപാടിയുടെ പുറകെ പോകത്തില്ലായിരുന്നു. ലോകത്തെല്ലാത്തിന്റെ പുറകെ പോയി ഫെയിലിയർ ആയിട്ടാണ് ലാസ്റ്റിൽ ഇതിലോട്ട് വരുന്നത്. എന്നാൽ പിന്നെ ആദ്യമായിക്കൂടെ അത് അറിയണ്ടേ, അറിയാനുള്ള ബുദ്ധിയല്ലേ, ബോധമല്ലേ. അതിന് തടസ്സം എന്താണ്? അതിനുള്ള തടസ്സം എന്താണ്? അഹം. ഇവിടെ പറഞ്ഞില്ലേ പോയിന്റ്. ഞാൻ, എനിക്ക് വിഷമം, എന്റെ ദുഃഖം, എന്റെ സന്തോഷം. ഈ ഞാൻ വന്ന് ഇരിക്കുന്ന സമയത്ത് ഈ ആളുകൾക്ക് എന്താ വേണ്ടത് മനസ്സിലാവും. എന്റെ കയ്യിൽ എന്താ ഉള്ളത് ആളുകൾക്ക് കൊടുക്കാന്ന് മനസ്സിലാവും. ഞാൻ അയൽവക്കക്കാരൻ ചെയ്യുന്നതും മറ്റുള്ളവൻ ചെയ്യുന്നതും അവൻ ചെയ്യുന്നത് ഒരു ബിസിനസ് ചെയ്യാനും ജോലി ചെയ്യാനും കൂടുന്ന ആളുകളെയാണ് ഒരു കോഴ്സ് സെലക്ട് ചെയ്യണം. നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സാണ് നമ്മൾ എടുക്കുന്നതാണോ ഈ എന്താ പറയുക ബാക്കിയുള്ളവർ പോകുന്ന വഴിയെ പോവാണ്. നമ്മൾ ബാക്കിയുള്ളവർ പോകുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന എന്താണ് അതിന് നമ്മുടെ വാസന നോക്കുക. അതുകൊണ്ട് തന്നെ എന്റെ പ്രശ്നം പലർക്കും ടേസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ പോയി പെടും. ഇപ്പൊ അതിന്റെ പ്രശ്നമാണെങ്കിൽ പലർക്കും സർട്ടിഫിക്കറ്റ് നല്ല വാല്യൂ ഇത് ചെയ്ത് കാണിക്കാൻ പറയും. അങ്ങനെ ഇപ്പോഴൊക്കെ കൂലി പോലും പോകാത്ത ആൾക്കാർ വിജയം ഉണ്ടാക്കുന്നു. അല്ലാതെ വലിയ സർട്ടിഫിക്കറ്റ് നമുക്ക് പറ്റുന്നില്ല. അപ്പൊ ആ സബ്ജക്റ്റിൽ വാസന ഉള്ളവരവിടെ കാണും. അപ്പൊ എല്ലായിടത്തും ഈ വാസനയാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ വാസന കണ്ടുപിടിക്കാൻ പറ്റാത്ത തടസ്സമാണ് ഞാനുള്ള ചിന്ത. അത് ഒഴിവാക്കാനായിട്ടാണ്
സന്യാസം എന്ന് പറയുന്ന സന്യാസം എടുക്കും. താന്ത്രിക സന്യാസം ശരിക്കും അതാണ് ശരിക്കും ദീക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താന്ത്രിക സന്യാസം മറ്റുള്ള സന്യാസം പോലെയല്ല. കുടുംബത്തോടൊപ്പം ജീവിച്ച് സാമ്പത്തികം ഉണ്ടാക്കി ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടാണ് താന്ത്രികൻ പോകുന്നത്. പക്ഷെ കർമ്മഫല ത്യാഗമാണ് അർജുന സന്യാസം. യഥാർത്ഥ സന്യാസം ഗീത പറയുന്ന കാര്യം താന്ത്രികനാണ് ശരിക്കും പാലിക്കുന്നത്. കർമ്മഫലത്തെ ഒഴിവാക്കും, ഫലം നോക്കാതെ കർമ്മം ചെയ്യും. അപ്പൊ ശ്രീവിദ്യയിലെ യഥാർത്ഥത്തില് ദീക്ഷയെടുത്ത് സീരിയസ് ആയിട്ട് ഉപാസിക്കുന്ന ആളാണ് ഒരു സന്യാസിയാണ്, താന്ത്രിക സന്യാസി. നമ്മൾ ഓരോരുത്തരും താന്ത്രിക സന്യാസി ആയതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പലതും ഇതെല്ലാം പോകാൻ എൻജോയ് ചെയ്യാൻ എന്തെല്ലാം പരിപാടികളുണ്ട്, അതൊക്കെ പോകാതെ ഇതൊക്കെ മാറ്റി വെച്ച് നമ്മൾ ത്യാഗം ചെയ്ത് ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മുടെ ടൈം അത് ത്യാഗമാണ്. അത്ര സീരിയസ് ആയിട്ട് ഒരു വാസനയെ കണ്ട് പ്രവർത്തിക്കുന്നു. ദൂരേന്നൊക്കെ പാലക്കാട് ഒക്കെ വന്നിട്ടുണ്ട്. എന്നാൽ മാവേലിക്കലുള്ള പലരും വന്നിട്ട് അപ്പൊ എന്തുകൊണ്ടാണ് സീരിയസ് തെറ്റ് പറയാൻ പറ്റത്തില്ല. ഈ പരീക്ഷാ സമയത്തൊക്കെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടാകും. സാധാരണ നമ്മുടെ പരിപാടിക്ക് അറിയാമല്ലോ, 100 കണക്കിന് ആൾക്കാർ നമ്മുടെ സത്സംഗം ക്ഷേത്ര ഉപാസനയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് 10,000 പേര് പങ്കെടുത്തില്ല. പങ്കെടുത്ത പ്രോഗ്രാംസ് ഉണ്ടാകും. അപ്പൊ ഇത് ഈ ഒരു ടൈമിന്റെ വിഷയമാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു നാളെടുത്തിട്ട് ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ എങ്കിൽ പോലും ഇവിടെ ഇരിക്കുന്നവർക്ക് പലർക്കും ഈ ഉത്തരവാദിത്വം ഉണ്ടായിട്ട് മാറ്റി വെച്ച് വന്നവരാണ്. അതാണ് പറഞ്ഞത്. അത്ര സീരിയസ് ആയിട്ട് ആളുകളാണ് ഇതിൽ വിജയിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഇന്നിപ്പോ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പരശുരാമ കൽപ്പസൂത്രത്തിന്റെ ആദ്യത്തെ സൂത്രങ്ങളാണ്. ഒരു താന്ത്രിക സന്യാസി എങ്ങനെയായിരുന്നു, എന്താണ് അതിന്റെ ഉദ്ദേശം, അത് എങ്ങനെ പാലിക്കുന്നു, എങ്ങനെ പ്രാവർത്തികമാക്കും. ഇത് പഠിച്ചാൽ ഈ മേഖലയിൽ വളരെ ഫാസ്റ്റായിട്ടുള്ള എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി ഫാസ്റ്റായിട്ട് എക്സ്പീരിയൻസ് വന്നിട്ട് ആ എക്സ്പീരിയൻസിന്റെ ഡെവലപ്മെന്റ് കൂടിപ്പോയിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അവർക്കത് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുണ്ടലിനി റോങ് ആയിട്ട് റൺ ചെയ്തിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുള്ള ആളുകൾ പ്രകടിപ്പിക്കുന്നത് അത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ബാഹോപദ്രവങ്ങൾ ഉണ്ടായിട്ടുള്ള അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവർക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അവർക്കൊക്കെ അറിയാം ഇത് സംഭവം വർക്കൗട്ടാണ്, വർക്കബിളാണ്, പക്ഷെ എന്തോ ഒരു പോരായ്മ എനിക്കുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്താൽ ഇത് കുറച്ചുകൂടി അടിപൊളിയാണ്. എനിക്ക് എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് അറിയാവുന്നവരാണ്. കാരണം ഇതിന് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ അത് എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റുന്നത്? കാരണം ഇത് പറഞ്ഞ് മനസ്സിലാക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഈ പ്രോഗ്രാം മനസ്സിലാക്കി അറ്റൻഡ് ചെയ്ത് കൽപ്പസൂത്രത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട താന്ത്രിക സന്യാസികൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താൽ നല്ലൊരു കവിതയിലേക്ക് എത്താം. ഇത് വളരെ പ്രധാനമാണ്. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ മാറ്റം വരുമ്പോഴാണ് അത് പുറത്തേക്ക് വന്ന് മറ്റുള്ളവരെ സ്വാധീനിച്ച് നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നത്. നമ്മുടെ ഉള്ളിൽ മാറ്റം, നമ്മുടെ ദുഃഖങ്ങളും വിഷമങ്ങളും മുഴുവൻ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും ഈശ്വരീയത ഉള്ളിലേക്ക് കയറാൻ പറ്റും. ഈശ്വരനുള്ളിലോട്ട് കയറാൻ പറ്റും. നമ്മുടെ വിഷമവും ദുഃഖവും നിറഞ്ഞിരിക്കാനല്ല. നമ്മളിങ്ങനെ നിൽക്കുന്നതല്ല നമുക്ക് വിഷമം. നമ്മൾ ഒഴിവാക്കി ഒരു പൂച്ചയുടെ കൂട്ട് ആയാലും നമ്മളിലേക്ക് ഈശ്വരൻ പ്രവചിച്ചോ, അത് ഭയങ്കര സൂപ്പറായിരിക്കും. അപ്പൊ ഈശ്വരൻ വെളിയിൽ വന്നിട്ട് നമ്മുടെ വാസനകളെ കുത്തിയുളക്കും. വെളിയിൽ ഈശ്വരീയത നമ്മളിലേക്ക് വന്നിട്ട് ഈശ്വരന്റെ ഒരു കോൾ വരും അല്ലെ. എന്നിട്ട് നമ്മുടെ ഉള്ളിലെ വാസനകളെ കുത്തിയുളക്കി ഇത് രണ്ടും കൂടെ ചേർത്ത് കണക്ട് ചെയ്ത് പ്രവഹിച്ച് വലിയൊരു കഷ്ടപ്പാടുകള്, നമ്മുടെ ആശയങ്ങൾ, നമ്മൾ വായിച്ച ബുക്സ്, നമ്മളിലേക്ക് കുത്തിക്കയറ്റിയ എല്ലാ അധ്യാപകരും കൂടെ എല്ലാവരും കയറ്റിയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ജാതി, മതം, പാർട്ടി, കുറ്റം, കുറച്ചക്രം, ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും
ഈ ഒരു സാധനം ഇങ്ങനെ ഒരു ലൈബ്രറി ആയിട്ട് നമ്മൾ നടക്കും. ഇറ്റ് ഈസ് ലൈക്ക് എ മൂവിംഗ് ലൈബ്രറി. അലമാരിക്ക് അകത്ത് ഒരുപാട് പുസ്തകങ്ങളുണ്ട്, അലമാരിക്കകത്തൊരു വിവരമില്ല എന്നുള്ളത്, അലമാരിക്ക് ഒരു വിവരമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോവാണ്. അവിടെ എവിടെയാണ് ഈശ്വരൻ, എവിടെയാണ് ഈശ്വരൻ കയറാൻ പറ്റുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനും പുറത്തുള്ള ഈശ്വരനും ഇടയ്ക്കുള്ള നമ്മുടെ അറിവുകൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അവിടെയാണ് ഈ കൽപ്പസൂത്രം പറയുന്ന ഈ സൂത്രങ്ങളുടെ പ്രസക്തി. സൂത്രങ്ങളുടെ പ്രസക്തി. ഈ സൂത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് അതെല്ലാവരും മൊബൈലിനകത്ത് എടുക്കാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. അതാണ് നമുക്ക് കമ്മ്യൂണിറ്റിയിലാണ് എത്തിയിട്ടുണ്ടോ? ഇല്ല, ഗ്രൂപ്പിലില്ലേ? ഗ്രൂപ്പിലില്ലേ? ഗ്രൂപ്പില്ലാത്തവന്ന് കൈ കൊടുക്കണം. ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്യപ്പെട്ടു. അത് കിട്ടി. ഇത് പറയാത്ത എന്ത് കാണിക്കുക? നിങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. നിങ്ങൾ ആരെങ്കിലും പരിചയമുള്ള പരസ്പരം പരിചയമുള്ളതുണ്ടോ? ഇതിന്റെ നമ്പർ കൊണ്ട് അങ്ങോട്ട് ഷെയർ ചെയ്തത്. ഗ്രൂപ്പിലുണ്ടല്ലോ അല്ലേ? ശ്രീവച്ചക്കം നവാദക പൂജയും വാരാഹി വാക്കാളി ഇവരുടെയൊക്കെ വിശദമായ പൂജാക്രമങ്ങളും ഇതെല്ലാം പറയുന്ന ഒരു പോർഷൻ. അതിന് മുമ്പ് ഇതിന്റെ തിയറി ഉപാസന ധർമ്മങ്ങളൊക്കെ പറയുന്ന മറ്റൊരു പോർഷൻ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് അതിന്റെ എന്താണ്? അസാധു ദീക്ഷ വ്യാഖ്യാസം എന്നുള്ള ഒന്നാമത്തെ സൂത്രം. പരശുരാമ കൽപ്പസൂത്രം എന്ന് പറയുന്ന ഗ്രന്ഥം ശ്രീവിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. ഈ പരശുരാമ കൽപ്പസൂത്ര ഗ്രന്ഥം ത്രിപുരാരഹസ്യം അതിൽ നിന്നും ക്രോഡീകരിച്ചിട്ടുള്ള കാശ്മീരി ശൈവ സിദ്ധാന്ത പ്രകാരമുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിലെ ഏറ്റവും നമ്മുടെ സുഭഗോദയ സ്തോത്രമൊക്കെയാണ് നമ്മുടെ കൃഷ്ണാചാര പദ്ധതിയിൽ ഗൗഡപാദം ഇഷ്ടം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ അതിനു മുമ്പ് ഇതിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആ പുസ്തകം നമ്മുടെ ഇന്ന് കൈമാറ്റം ചെയ്യുന്നുണ്ട്. നോട്ട് നമ്മൾ ഒരു ബുക്ക് ആക്കിയിട്ട് പ്രിന്റ് അടിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാവർക്കും കഴിയും. അപ്പൊ അതിന് ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ശിവൻ നവശേഖരനാട്, ഗോവിന്ദനാട്, ഗൗരവപാദാചാര്യൻ, ഗോവിന്ദപാദാചാര്യൻ, ശങ്കരാചാര്യൻ, അങ്ങനെ കേരളത്തിലെ ബ്രാഹ്മണ ഗൃഹങ്ങളിൽ ക്ഷേത്രങ്ങളും വന്ന ഇന്ന് ലുപ്തപ്രായമായിക്കൊണ്ടിരിക്കുന്ന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശ്രീവിദ്യ പദ്ധതി ആണ് നമ്മളിത് പുനരുജ്ജീവിപ്പിച്ച് എടുത്ത് എല്ലാവരിലേക്കും എത്തിക്കുന്നത്. അപ്പൊ ഇതിന്റെ തന്നെ കുറെ ഇതിന്റെ പ്രമാണ ഗ്രന്ഥങ്ങൾ സൂത്രവും ശുഭബോധയ സ്തോത്രവും അതുപോലെ മറ്റു പല ഈ കൈയെഴുത്ത് പ്രതികളും ഈ സാളിയോലകൾ വഴിയൊക്കെ നിലനിന്ന സമ്പ്രദായമാണ്. തേവാരത്തിലുള്ള ബ്രാഹ്മണ തേവാരങ്ങളിലുള്ള ശ്രീചക്രങ്ങൾ പല വീടുകളിലുണ്ട്. അപ്പൊ അവിടെ തേവാരത്തിലൊരു പദ്ധതി തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. ചുമ്മാ അങ്ങനെ ആരും ആരാധിക്കത്തില്ല അല്ലേ? അപ്പൊ അതാണ് മിശ്ര തന്ത്രങ്ങൾ. ആ മിശ്രാചാര പദ്ധതി എന്ന് പറയുന്നത് കൗളാചാരത്തിന്റെയും ദക്ഷിണാചാരത്തിന്റെയും സമയാചാരത്തിന്റെയും ഏറ്റവും നല്ല അംശങ്ങൾ ചേർത്തെടുത്തിട്ട് പ്രായോഗികമായി വേഗം ആളുകൾക്ക് ഡെവലപ്പ് ചെയ്യത്തക്ക രീതിയിൽ ബ്രാഹ്മണ ക്ഷേത്രത്തിൽ അവിടുത്തെ കുട്ടികൾക്ക് വേഗം ഡെവലപ്പ് ഈ സംവിധാനത്തിൽ വേഗം ഡെവലപ്പ് ചെയ്യത്തക്ക രീതി ഉണ്ടാക്കിയ സിസ്റ്റമാണ്. അപ്പൊ ഇവിടെ എപ്പോഴും ഡെവലപ്മെന്റിനാണ് പ്രസക്തി. ഗുരുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, ശിഷ്യന്റെ വളർച്ചയ്ക്കാണ് ഇവിടെ പ്രാധാന്യം. കുറച്ച് സയന്റിഫിക്കാണ് പിടിയിടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് വളരെ റിഫൈൻഡ് ആണ്. അനാവശ്യമായ സമയം കളയുന്ന ഏർപ്പാടൊന്നുമില്ല. ബാക്കി മൂലയ്ക്കൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഞാൻ പറയുന്നത് പിടിയിട്ടുണ്ടോ? പുസ്തകത്തിലുള്ള അങ്ങനെ തന്നെ ചെയ്യണം അങ്ങനൊന്നും ഇവിടെ ഇല്ല. ഇവിടെ നമുക്ക് കുറച്ച് അങ്ങോട്ട് ഇവിടെ ആൾട്ടറേഷൻസ് വരുത്താം, നമ്മുടെ ബുദ്ധി യുക്തി ഇതിനകത്ത് ഉപയോഗിക്കാം. പക്ഷെ
അവിടെ ഗുരുവിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഗുരു പറയുമ്പോൾ ചോദ്യം അതിന് വലിയ പാടാണ്. അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. എന്തിനാണ് ചോദിക്കാൻ പറ്റുന്നില്ല. എന്തിനാ ഇങ്ങനെ ചെയ്യും? മനുഷ്യർക്കാർ ഗുരുവിനെ മുമ്പ് മനസ്സിലാവുന്നത്. ഈ മിശ്രാനുള്ള പ്രത്യേകത ഇവിടെ തർക്കങ്ങളൊക്കെ ഉണ്ടാവും. ചർച്ചകളും തർക്കങ്ങളും കാര്യങ്ങളും ഗീതയിൽ അങ്ങനല്ലേ? കൃഷ്ണാർജുന സംവാദേ ഭഗവത്ഗീത അധ്യായ സമാപ്തം സംവാദമാണ്. വിശേഷ സംവാദങ്ങളിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സനാതന ഇവിടെ അങ്ങനെയൊക്കെയാണ് കൂടുതൽ. അപ്പൊ ശരിക്കും അങ്ങനെ ഒരു പദ്ധതിയാണ്. ഇതിന്റെ ഒരു വലിപ്പമോടെയാണ് മിശ്രാചാര പദ്ധതി. അപ്പം എങ്കിലും കൗളത്തിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് എല്ലാത്തിലും നല്ല അംശങ്ങൾ എടുത്തിരിക്കുക. ഒരു അപ്പോ കൽപ്പസൂത്രത്തിലെ ഈ പറയുന്ന പ്രഥമഖണ്ഡത്തിലുള്ള സൂത്രങ്ങൾ ആണ് ഇവിടെ ആദ്യം നമ്മൾ പറയുന്നത്. അഥാതോ ദീക്ഷാം വ്യാഖ്യാസ്യാമ. അധശബ്ദം എന്ന് പറയുന്നത് പറയാം, ഇനി പറയാമെന്ന് പറയാം. ബ്രഹ്മസൂത്രത്തിൽ തുടങ്ങുന്ന അങ്ങനെ അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞിട്ടാണ്. അധ എന്ന് പറയുമ്പോൾ ഇനി പറയാം എന്ന് പറയുമ്പോൾ ഇത്രയും നേരം എന്തോ പറഞ്ഞു, അല്ലെ ഇത്രയും നേരം എന്താണ് സംഗതി എന്നുള്ള സാധനം കൊണ്ടത് അല്ലേ? ഇത്രയും നേരം എന്താണല്ലോ അതാണ് ചില യോഗ്യതകളാണ്. ഇത് ശ്രീവിദ്യ ലഭിക്കാൻ യോഗ്യതയുള്ള ആളിന് അത് ലഭിക്കണം, അതിൽ അയാൾക്ക് താല്പര്യം പിടിക്കണം, അങ്ങനെ അയാൾ വന്ന് ചോദിക്കണം. അങ്ങോട്ട് പോയി ചോദിച്ചിട്ട് കൊടുക്കുന്നല്ല. അപ്പം അങ്ങനെ ചോദിക്കുമ്പോഴേ എന്ന് പറഞ്ഞ ചുമ്മാ വന്നു വിലയില്ലാതെ ഒന്ന് കൊടുക്കാൻ പാടില്ല. ജീവിച്ചു പോകാനുള്ള പൈസ ജീവിക്കാൻ എത്ര ലക്ഷം വേണമെന്നാണ് ഇന്നത്തെ അവസ്ഥയിൽ. ഒരു അസുഖം ആശുപത്രി കയറിയാൽ തീർന്നില്ല, ലക്ഷങ്ങൾ വേണം. എനിക്ക് ജീവിച്ചു ഇതൊക്കെ പറയുന്നത് 24 hours പൈസക്ക് വേണ്ടിട്ട് ഓടും. 24 hours പൈസക്ക് വേണ്ടി ഓടും. പൈസയുടെ ഒരു കാര്യം വരുമ്പോൾ ഇട്ട് കളിക്കത്തുമില്ല. പൈസ വേണ്ട എന്നുള്ളൊരു നാട്യമാണ്. കാരണം പൈസ വേണമെന്ന് പറഞ്ഞാൽ എന്തോ മോശപ്പെട്ട ആളാകുന്ന ഒരു അത്യാഗ്രഹിയായിട്ട് ചിത്രീകരിച്ചു തെറ്റിദ്ധാരണ. സത്യസന്ധതയില്ല പൈസയുടെ. അവസാനത്തെ പ്രാധാന്യം പൈസക്ക് കൊടുക്കുന്നുണ്ടാണ് അവർക്ക് പൈസ കിട്ടാത്തതെന്ന് പറയും. പൈസക്ക് ഒന്നാമത്തെ അവർക്ക് പൈസ കിട്ടും എന്ന് പറഞ്ഞ് എങ്ങനെ കാശുണ്ടാക്കാറുണ്ടോ? പിടിച്ചു പിടിച്ചു അങ്ങനെ അത് നിലനിൽക്കുന്നത്. അതല്ല ഞാൻ പറഞ്ഞു. ഈ പൈസ മഹാലക്ഷ്മിയാണ്. അതിനെ നിന്ദിക്കുന്ന ഒരു സ്വഭാവം ആളുകൾ സ്വീകരിക്കാനാണ്. അപ്പൊ നമ്മള് ഈ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച കാര്യങ്ങൾ അത്യാവശ്യം കഴിയുമുള്ള കാര്യങ്ങളൊന്നും കിട്ടണമെങ്കിൽ നമ്മൾ അതുകൊണ്ട് വർക്ക് ചെയ്യും. അതിനുവേണ്ടി ചില മൈൻഡ് നമ്മൾ കൊടുക്കുകയും വാസനകളെ അങ്ങനെ കുറച്ച് കെഞ്ചുകയും. അതെ, ഈ വാസന എന്തിനാണ്? സുഖങ്ങൾ അനുഭവിക്കുക. ധർമാർത്ഥ കാമമോക്ഷമാണ് ഹിന്ദുവിന്റെ കടമ. അല്ലാതെ എല്ലാവരും സന്യാസിയാണ് അല്ല പറയുന്നത്. ധർമ്മമായ മാർഗത്തോടെ പണം ഉണ്ടാക്കി അർത്ഥം ഉണ്ടാക്കി ആ അർത്ഥം കൊണ്ട് കാമം ആഗ്രഹങ്ങൾ കിട്ടുക. അപ്പൊ മോക്ഷം കിട്ടും. ഈ ആഗ്രഹം തീർന്നെങ്കിലേ മോക്ഷം കിട്ടത്തുള്ളൂ. ആഗ്രഹം തീർന്നെങ്കിലേ ബാധ പിടിക്കാതെ ആവുന്നു. നെഗറ്റീവ് എനർജികൾ നമ്മളെ കൊണ്ടിയാണെങ്കിലും കൊണ്ടിയാലാവണമെങ്കിൽ ആഗ്രഹം തീർന്നു. ആഗ്രഹം ഉള്ളവരെ ഇത് പിടിക്കുന്നു. ശരിയല്ലേ? എത്ര പേർക്ക് മനസ്സിലാവുന്നില്ല? അനുഭവം ഉള്ളവർക്ക് മനസ്സിലാവും. അപ്പൊ ആഗ്രഹം ഇല്ലാത്ത വെച്ചാൽ ആഗ്രഹം ഇല്ലാതാവും. സങ്കല്പിച്ച ഇതൊരാഗ്രഹമില്ല. മനസ്സിലേക്ക് കിടക്ക ആഗ്രഹം അനുഭവിച്ചില്ലാതാവണം. പ്ലസ് ആഗ്രഹത്തിന് വിലക്കി അതിൽ വലിയ സാധനം കിട്ടുമ്പോഴും നമുക്കില്ലാതാവും അല്ലെ? നമ്മളെ എന്റെ നിലനം കാത്തു എനിക്ക് വലിയ കാര്യമാണ് എന്ന് വരെ എനിക്ക് BMW
അപ്പൊ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിന് വലിയ പ്രിയപ്പെട്ടതെന്ന് വന്നു കഴിയുമ്പോൾ ഇതത്ര പ്രിയപ്പെട്ടതല്ല, അല്ലേ? അല്ലേ? വിജയം വേണം, വിജയം വേണം. വിജയത്തിനെ കിട്ടിയില്ല അവരുടെ അനിയത്തിയെങ്കിലും വേണം. നമുക്ക് കൂടുതൽ പ്രിയപ്പെട്ടത് വരുന്നു അദ്ദേഹത്തെ പ്രിയപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ ആണ്. നമ്മൾ കൂടുതൽ ആനന്ദം കിട്ടുന്ന കാര്യമാണ് നമുക്ക് എന്താണ് നമുക്ക് ആഗ്രഹമുള്ളത്, അല്ലേ? അപ്പൊ നമ്മൾക്ക് വലിയ ആഗ്രഹിക്കുന്നതിനപ്പുറം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹമുണ്ടോ? ഒരു പൂ ചോദിച്ചൊരു പൂക്കാലം തന്നു എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് ആഗ്രഹമില്ല. അങ്ങനെ ആഗ്രഹം ഒഴിവാക്കും. പിന്നെ ഈ ആഗ്രഹം വേണ്ടാന്ന് വെച്ചിട്ട് കുറെ പരിശീലിക്കുമ്പോൾ ചിലപ്പം അതൊരു കുറച്ചേരത്തേക്ക് മാറി നിൽക്കും. യോഗയുടെ രീതി അതാണ്. പിന്നെ നന്ദത്തിന്റെ രീതി ആഗ്രഹത്തെ അറിഞ്ഞ്, അതായത് ആഗ്രഹത്തെ ആപ്പിൾ എടുക്കും, ആപ്പിൾ കഴിച്ചിട്ടില്ല, ശകലം ശ്രദ്ധിച്ച് മണത്ത് രുചി അനുസരിച്ച് ഉപയോഗിച്ച് ശകലം കട്ട് ചെയ്ത് ആസ്വദിച്ച് കഴിച്ച് ഉപേക്ഷിക്കാനാണെന്നുള്ള ബോധത്തോടുകൂടി കട്ട് ചെയ്ത് കഴിച്ചാൽ എന്താണെന്ന് മനസ്സിലായി കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ശല്യം ചെയ്തില്ല. അതിനെ കുറിച്ച് കഴിച്ചിട്ടില്ലാതെ ഒരു വലിയ കുത്തി വെക്കുമ്പോൾ ഇടക്കിടയ്ക്ക് നാട്ടാണ്ട് ഇരിക്കുന്നു. വേണ്ട ആഗ്രഹം ഉള്ളിലൊക്കെ ആണ് പ്രശ്നം. ആഗ്രഹമാണ് എനിക്ക് ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ആഗ്രഹങ്ങളാണ്, മനുഷ്യനല്ല. ആഗ്രഹങ്ങൾ ആകെത്തൊക്കെയാണ് ഞാനെന്ന് പറഞ്ഞ ഈ ശരീരം. 5 സെൻസുകൾ തിന്നണം, കുടിക്കണം, കാണണം, കേൾക്കണം, സ്പർശിക്കണം, മണക്കണം, രുചിക്കാൻ വലിയ സാധനം. കൊല്ലട്ടെ പോക്കെടുത്തിട്ട് കൊല്ലാൻ പോകുന്ന പറഞ്ഞു എന്താ 2 മതിയായില്ല, 8 മതിയായില്ല, 10 മതിയായില്ല. അതാണ് മാസം വിഷയം. അപ്പൊ ആ ഡിസയർ ഒരു സൈഡില് ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യും. നല്ല വിവാഹം, നല്ല വീട്, നല്ല ഫുഡ്, നല്ല ഫിസിക്കൽ റിലേഷൻഷിപ്പ്, നല്ല കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് വേണം. നല്ല സ്മെല്ല്, നല്ല സൗണ്ട്, ഇതൊക്കെ എനിക്ക് വേണം. ഇപ്പോഴത്തെ മോക്ഷം ആത്മസാക്ഷാത്കാരമാണ്. ഈ ഒരു പരിധിയെങ്കിലും ആവാതെ നേരെ മോക്ഷത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്പിരിറ്റാണ്. ഈ ആഗ്രഹം വികലം, ആഗ്രഹ വൈകല്യത്തിലേക്കാണ് ബാധകൾ വന്നത് ഏറുന്നത്. അതുകൊണ്ട് ഇതൊരു സയൻസാണ്, ഇതിനൊരു നിയമമുണ്ട്, ഇതൊരു ഫിസിക്സാണ്. പ്രാണൻ എന്ന് പറയുന്നത് ഫിസിക്സാണ്. പ്രാണൻ എന്ന് പറയുന്നത് ഊർജത്തിന്റെ അടിസ്ഥാന സ്വരൂപത്തിനെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രാണൻ ഊർജത്തിന്റെ അടിസ്ഥാന സ്വരൂപം, ഊർജ നിയമങ്ങളാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ഫിസിക്സ് എന്ന് വിളിക്കും. ഈ ഫിസിക്സ് ഇതൊരു സയൻസ് അറിയത്തില്ലാന്നേ ഉള്ളൂ. നമ്മൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന പോലെ കാണിച്ചിട്ടുണ്ട്, അല്ലേ? അന്തം ജപിച്ചിട്ട് മൂവ് ചെയ്യും. അത് ആ ഫിസിക്സ് ആണത്. സയൻസിന് അറിയത്തില്ല. അത് റീഡ് ചെയ്യുന്ന മെഷീൻസ് കണ്ടുപിടിച്ചിട്ടില്ല പ്രാണനെ റീഡ് ചെയ്യാൻ. അത്ര അവിടെയാണ് ഈ വാദങ്ങൾ ദേവതകൾ നിൽക്കുന്നത്. നമ്മുടെ ഋഷിമാർ അപ്പൊ അതാണ് ആ വാസന. അതുകൊണ്ടാണ് പലരും പഞ്ചദശി ചോദിക്കുമ്പോൾ നമ്മൾ ഇപ്പൊ വേണമെന്ന് ചോദിക്കുന്നത്. നിങ്ങൾ ഇപ്പൊ ബാല ജപിക്കുന്ന ബാല സിദ്ധിദേവതയാണ്, അത്ഭുത സിദ്ധിദേവതയാണ്. ബാലയ്ക്ക് എല്ലാം തരാൻ പറ്റും. ബാലയ്ക്ക് ഇത്രയും പവർ വരാറുണ്ട്. കൊച്ചു കുട്ടിയല്ലെന്ന് അല്ലാതെ മനസ്സിലായി, അല്ലേ? ബാല കൊച്ചു കുട്ടിയല്ലേ, 9 വയസ്സ് എന്നുമില്ല. ബാലയ്ക്ക് പലപ്പോഴും മറ്റ് ദേവതകളെക്കാൾ പവർ വരാൻ കാരണം കുട്ടികളാക്കിയായിരിക്കും. ശരിയാണ്. അതിലൊക്കെ വരിക നമുക്ക് നമ്മുടെ സയന്റിഫിക് വശം എന്ന് പറഞ്ഞാൽ ബാധകൾ എങ്ങനെയാണ് നമ്മളെ പ്രോസസ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിൻ ന്യൂറോ കെമിക്കൽസിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള സക്രേഷൻ ഉപയോഗിച്ചിട്ടാണ് അത് പ്രോസസ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിനിൽ അസ്വസ്ഥതകൾ, വിഷമങ്ങൾ, ദേഷ്യം, സങ്കടം ഇത് വരുമ്പോഴായിട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ എക്സാഗ്രേറ്റ് ചെയ്യും ബാധകൾ. ദേഷ്യം, വിഷമം, സങ്കടം, നിരാശ, കുറ്റബോധം, ഭയം, പശ്ചാത്താപം, നിസ്സഹായാവസ്ഥ തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങൾ നമ്മുടെ ഉള്ളപ്പോഴാണ് ഒരു ബാധയ്ക്ക് നമ്മൾ പ്രശ്നം. ഒരു നെഗറ്റീവ് എനർജി ഇതിങ്ങനെ നമ്മൾ നശിപ്പിച്ചുകൊണ്ട് നടക്കും. നമ്മൾ അറിയത്തില്ല. എവിടെ പോയാലും
മറ്റുള്ളവരുടെ ഉള്ളിൽ കയറി അവൻ്റെ ഉള്ളിൽ അഡ്രിനാലിൻ ഉണ്ടാക്കും. അപ്പോൾ നമ്മളെ കാണുമ്പോൾ അവന് അസ്വസ്ഥത, അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങളാണ് നമ്മളെ കാണുമ്പോൾ ഓർമ്മ. പിന്നെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കാൻ പറ്റുന്നത്? അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, വയറ് പ്രശ്നം, സോളൊക്കെ, തലവേദന, കൈകാല കിടപ്പ്, അത് ഇത്. ഡോക്ടർ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ആൻസൈറ്റി ഡിസോർഡർ, ഡിപ്രഷൻ. അവിടെ ഉരുണ്ടി വരുന്നു, ഉരുണ്ടി വരുന്നു, മൊത്തം പ്രശ്നം. കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഒരു കാര്യം ഒരു സ്വസ്ഥമായിട്ട് ചെയ്യാൻ പറ്റില്ല, മൊത്തം പ്രശ്നം. ഈ ഇമോഷൻ വരുമ്പോൾ ഇത് ഡബിളാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇമോഷൻ വരുമ്പോൾ ബ്രെയിനിലുള്ള കെമിക്കൽസ് പിടിച്ചിട്ടാണ് ഈ വാതകൾ പ്രോസസ് ചെയ്തിട്ട് കൂടുതൽ ഭക്ഷണമാക്കുന്നത്. അപ്പൊ അവിടെ ചില ടൈപ്പ് ഓഫ് ബാധകളോടൊക്കെ ഭദ്രകാളി സ്വരൂപത്തിൽ ദേവി വരുമ്പോൾ മാത്രമേ രക്ഷയുള്ളൂ. ആളെയായിട്ട് അതിനെ ബാധയെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഭീകര രൂപത്തിൽ അമ്മയെ അവതരിപ്പിക്കുമ്പോൾ മാത്രമേ അവർ രക്ഷയുള്ളൂ. പക്ഷേ കാരണം അവിടെ ഒരു 50% ഭയത്തിന്റെ അഡ്രിനാലിൻ തന്നിട്ടാണ് ബാധ കയറുന്നതെങ്കിൽ ഒരു 80% അഡ്രിനാലിൻ ഇവിടുന്ന് അങ്ങോട്ട് കയറിയിരിക്കുകയാണ് ബാധയോട്. ബാധയ്ക്ക് പേടിയാവും. അപ്പൊ ഇവിടെ നമ്മൾ 80% അഡ്രിനാലിനാണ് അവിടെ ട്രിഗർ ചെയ്യുന്നത്. ഓർത്തോ, അത് തിരിച്ചടിക്കുന്നത് അത്രേ പറയാനുള്ളൂ. നമ്മൾ 80% അഡ്രിനാലിനായിട്ട് നിൽക്കുന്നത്. ബാധ ഓടിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്, മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് പ്രാക്ടിക്കലായിട്ട് അനുഭവമുള്ള ആൾക്കാരുള്ളൂ. ഒന്ന് കൈ വെക്കുക, അവർക്ക് ഇത് മനസ്സിലാവും ഞാൻ പറയുന്നത്. മാസപദ്ധതികൾ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് കറക്റ്റ് ചെയ്ത ആൾക്കാരൊന്നും കൈ വെക്കുക. കുറെ പേരുണ്ട്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ എളുപ്പം മനസ്സിലാവും. അതായത് 80% എനർജി ബാധയുടെ അഡ്രിനാലിൻ ട്രിഗറിങ്, ഭദ്രകാളിയുടെ ഒരു 80% അഡ്രിനാലിൻ ട്രിഗറിങ് ബാധയോട്. ഈ 80% നെഗറ്റീവ് സോണാണ്. അവ നമ്മൾ ബോധത്തെ കൊണ്ടുവന്ന് ശിവബോധം അടിവെച്ചിട്ട് ശിവന്റെ മേലിലാണ് കാലം നിൽക്കുന്നത് എന്നുള്ള സങ്കല്പം വരുന്നത്. അപ്പൊ ബോധം കൂട്ടിക്കഴിയുമ്പോൾ ഈ അഡ്രിനാലിൻ ബാലൻസ് ചെയ്യും. ഈ പ്രോസസ് ഉണ്ടാവും. പക്ഷെ ബാല എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ഹൈ ഡോസിൽ ഡോപാമിൻ ട്രിഗർ ചെയ്യാൻ പറ്റുന്ന ദേവതയാണ്. കുഞ്ഞെന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു അരുമത്വവും സ്നേഹവും സംഭവം എല്ലാം കൂടെ വന്നിട്ട് നമ്മുടെ ബ്രെയിൻ കെമിക്കലൊക്കെ അഡ്രിനാലിൻ ഭദ്രകാളി വരുമ്പോൾ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഡോപാമിനാണ്. ഹൈ ഡോസിലുള്ള ഡോപാമിനാണ്. നമ്മുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് എന്താ പറഞ്ഞ ആ ഒരു ആനന്ദം കൊണ്ട് നല്ല ഇതാവും. വല്ലതും പറയും കുഞ്ഞു വന്ന് ചുറ്റും കളിക്കുന്നു, കാണാറുണ്ടല്ലോ, കുഞ്ഞു വന്ന് കളിക്കുന്നു, സ്വപ്നം കാണുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നു ഈ അർത്ഥമയക്കത്തിലൊക്കെ. അപ്പോഴാണ് ഈ വാദം പോകുന്നത്. എന്നൊക്കെ പറയും, ഇനി നമുക്ക് പിടിക്കാമെന്നൊരു വാദം പിടിക്കാമെന്നിട്ട് ഈ കുഞ്ഞ് അതിന് ചുറ്റും കളിക്കുകയാണ്. പെൺകുട്ടി അതിങ്ങനെ പോയി അതെന്താ സാധനം ആരും പറയും. ഒരു ഇസ്ലാം വിശ്വാസിയായിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവിനെ കാണാം, വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടുമാണ്, ബാധകളാണ്. അവർ ഏതോ ഹിന്ദുക്കളുടെ സ്ഥലം വാങ്ങിച്ച് അവിടെ താമസിക്കുന്നത്, തിരുവല്ലയിൽ കണ്ടുള്ള. അപ്പം അവര് വന്നിട്ട് ഈ സ്ത്രീക്ക് ഇതൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സംസ്കാരം നിങ്ങൾ ചെയ്യുമോ? അത് ചെയ്യാൻ എനിക്ക് സാധാരണയെങ്കിലും ഒന്ന് പോയാൽ മതി. ചുറ്റും വന്നിട്ട് ഉറക്കമില്ല, രാത്രി അലറി വിളിക്കുക. അപ്പൊ ഈ CCTV വെച്ചിട്ട് ഭർത്താവ് കാണിച്ചത് തിരുമണിയിൽ കിടന്നു. രാത്രി കിടന്നു. ഞാൻ ഈ ബാല കൊടുത്തു, അത് കുഴപ്പമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും മാറി. അത് ബാല കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരിത് ജപിക്കാൻ തുടങ്ങി. അത് ഞാൻ ആയത്തും കുറിച്ചെല്ലാം കൊടുത്തു, ഇവരുടേതായിട്ടുള്ള ചില സംഭവങ്ങളെ കൊടുത്തു. അവിടെ വർക്കാവുന്നില്ല എന്തുകൊണ്ട്. അത് ഇസ്ലാം മതത്തിലുള്ള ഒരു പ്രശ്നം, ക്രിസ്ത്യൻസുള്ള പ്രശ്നമല്ല, എല്ലാം മന്ത്രങ്ങളാണ്, അതൊരു ഫിഗർ ഒന്നുമില്ല. അപ്പൊ ബ്രെയിൻ എളുപ്പം ഇമേജ് ഉണ്ടെങ്കിൽ അത് കയറി ക്യാച്ച് ചെയ്താൽ കെമിക്കൽ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ പറയല്ലോ രൂപങ്ങൾ പാടില്ല. അതുകൊണ്ടാണ് ചോദിച്ചേ, അത് കുഴപ്പമില്ല. ശരി, അങ്ങനെ ബാല കൊടുത്ത് ഈ ബാല ഈ കൊച്ചുകുട്ടിയെ നമുക്ക് ഞാൻ പറയാൻ വിട്ടുപോയി. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് ബാല എന്തോ ഏരിയൊക്കെ ഒന്നും അറിയത്തില്ല, ഹൃദയസുന്ദരി ഇതൊക്കെ വ്യത്യാസം ഒന്നും അറിയത്തില്ല. ഞാൻ ഈ മന്ത്രം മാത്രം പറഞ്ഞു കൊടുത്തേ. തിരുവേലി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തെ എന്നെ വിളിച്ചു, എന്തോ പ്രശ്നമാണ്, പുതിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഫോണെടുത്തപ്പോഴാണ് മറ്റേ പോയി. അതെങ്ങനെ പോയി? അതിൽ പെൺകൊച്ചു കൊടുത്തിട്ട് ഓടി കളിക്കുക. ഈ സാധനം വരുന്നില്ല ഇപ്പോ. ഞാനിത് ജപിച്ചു തുടങ്ങിയതിന് എനിക്കറിയാം. അതെന്താ ഈ പെൺകൊച്ചുകൾ വരുന്നത്, അതിന് വേറെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് അറിയാനാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. എന്താ പെൺകൊച്ചിന്റെ രൂപം? പെൺകൊച്ചു അത് ചുറ്റും ഓടി കളിക്കുന്നു. ഇത് വരുമ്പോഴത്തേക്ക്
40 ജീവിതം കൊണ്ട് അത് പോയി. ഈ കൊച്ചിന് എന്തിനെങ്കിലും പേടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് നമ്മുടെ സംശയം. ഈ കൊച്ചിനെ എന്തിനാണ് ഈ ബാധകൾ മനസ്സിലാക്കുന്നത്? ഒരുപാട് പറയുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്. ആ ബ്രെയിൻ കോമ്പിനേഷൻ അത്ര ക്യൂട്ടാണ്. അതാണ് ഇത്ര പവർ വരുന്ന ബാല. അപ്പൊ ബാലയാണ് ഈ സംഭവം അറിയത്തില്ല. മറ്റൊരാളിലേക്ക് ഈ ബാലയുടെ കൂടെ കുറിച്ച് ചെല്ലും. നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉൽപ്പന്നം വിൽക്കാൻ പോകുമ്പോൾ അവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നും. നമ്മളോട് ആ കെമിക്കൽ കോമ്പിനേഷൻ അവരുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ കാരണമാണെന്ന് വിചാരിച്ചിട്ട് നമ്മളോട് ഒരു ക്യൂട്ടായിട്ടുള്ള സ്നേഹം തോന്നും. ഒരു കൊച്ചിനോട് സുഖമുള്ള സ്നേഹം നമ്മളോട് തോന്നണം. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കും. ഇതൊക്കെ റിയാലിറ്റിയാണ്. നമുക്കിത് മനസ്സിലാകത്തില്ല. നമ്മൾ ഈ ലോകത്ത് നിൽക്കുന്നു. അങ്ങനെ എത്ര ആളുകൾ അവരുടെ ലൈഫിൽ വന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ വന്നു. ഈ കൂട്ടത്തിൽ തന്നെ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാക്കിയ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഭൗതിക നേട്ടങ്ങൾക്ക് ബാലയുടെ ഭൗത അത്ര അഡ്ജസ്റ്റൻസിൻ്റെതായ എന്നാൽ ഭദ്രകാളിക്ക് ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ ഉണ്ട്. ഭദ്രകാളി വളരെ പ്രധാനമാണ്. രണ്ടിൽ ഏതാ മെച്ചം നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടും നമുക്ക് വേണം. ഇത് തർക്കമൊന്നുമില്ല. പക്ഷെ ബാലയ്ക്കുള്ള ഒരു പവറിന്റെ ഒരു പ്രത്യേകതയാണ്, അതിനൊരു ഗുണമാണ്. അതുകൊണ്ട് സൈഡ് എഫക്ട് വരുന്നില്ല. അല്ലെങ്കിൽ അതിനാൽ 80% നിൽക്കുന്നതായ വലുതെറ്റി പോകാനുള്ള ചാൻസ് അവിടെ ഇല്ല. കാരണം അവിടെ ഭദ്രകാളിയെ നമ്മൾ കണക്ട് ചെയ്ത് നിൽക്കണം അവിടെ. അപ്പൊ അത് പിന്നെ പോസിറ്റീവ് പ്രൊട്ടക്ഷനും ബാക്കിയെല്ലാം തന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം വേണം. ഇല്ലെങ്കിൽ നമ്മൾ അശ്രദ്ധമായി കഴിഞ്ഞാൽ 80% ബാധ ഉപയോഗിച്ചാലും നമ്മളെ ഇരിക്കുന്ന 80% അണ്ടർഗ്രൗണ്ട് പ്രകൃതിക്ക് ഒരു ബാധ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ഡാമേജ് ഉണ്ടാകും. പക്ഷെ അങ്ങനെ നടത്തില്ല. നമ്മൾ ദേവിയിൽ അർപ്പിച്ച് നിൽക്കുന്നവരാണ്. ദേവിയിൽ അർപ്പിച്ച് നിൽക്കാൻ പറ്റുന്നവർക്ക് ഏറ്റവും നല്ലത് ഭദ്രകാളിയാണ്. പക്ഷെ തുടക്കത്തിൽ വരാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ടാണ് ബാല കൂടുതൽ ജപിച്ചിട്ട് ഭദ്രകാളി കുറച്ച് ജപിക്കാൻ പറ്റും. എന്നാൽ ഒരു പ്രശ്നമാണ്. അപ്പൊ ഭദ്രകാളി കൂടുതൽ ജപിക്കാം, കുഴപ്പമില്ല. ഇത് ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മുടെ റിസർച്ച് പോകുന്നത് ഈ മെലാറ്റോണിൻ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ റെഡിയായത്. പക്ഷെ ഇത് പ്രൂവ് ചെയ്യേണ്ടത്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ചിന്റെ കാര്യം. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഓരോരുത്തരുടെയും കടമ ദേവി എന്തോ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മളിലൂടെ മറ്റുള്ളത്. നമ്മൾ അതിന്റെ ഉപയോഗമായിട്ട് പ്രവർത്തിക്കണം. ഈ റിസർച്ചിനകത്തൊക്കെ നിങ്ങൾ പങ്കാളികളാകുന്നു. എല്ലാവരും ഇതിനകത്ത് ഒരുപാട് കാര്യം ചെയ്യാം. ഓരോ ഡോക്ടറിലേക്ക് ഈ ആശയം എല്ലാവരിലേക്ക് എത്തിക്കണം. നമ്മുടെ ഈ വീഡിയോസും വീഡിയോയിലും ഒക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ആളുകൾ അപ്പൊ അതാ ഞാൻ പറയുന്നത്. നിശ്ചയത വാസനകളെ കൃത്യമായി അറിയാൻ സാധിക്കുന്ന ആള് ശ്രീവിദ്യ ഏഷ്യയിലേക്ക് കടന്നു വരുമ്പോൾ ഇത് എനിക്ക് പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയത് വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ചോദിക്കേണ്ടതാണ്. ദീക്ഷ പറയാൻ അധികാരിയാവുന്നത്, കൊടുക്കാൻ അധികാരിയാവുന്നത്, സ്വീകരിക്കാനുള്ള അധികാരിയാവുന്നത്. അതാണ് ദീക്ഷ എന്ന് പറയുന്നത്. ദീക്ഷയിലൂടെ ഗതം ശൂദ്രസ്യ ശൂദ്രത്വം വിപ്രസ്യാവിധ വിപ്രദ ദീക്ഷാ സംസ്കാര സമ്പന്നോ ജാതി ഭേദോന വിദ്യവേ. ശ്രീവിദ്യയിലേക്ക് കടന്നു വന്ന ദീക്ഷ എടുക്കുന്ന ഒരാള് അയാൾക്ക് ജാതി ഭേദങ്ങൾ ഉണ്ടാവില്ല. കാര്യം ഒരു ജാതി ഭേദങ്ങളിൽ ഫ്രീ ആയി ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ തുടങ്ങിയ വർണ്ണാശ്രമ ധർമ്മങ്ങളിലുള്ള ഇതിൽ നിന്ന് മാറിയിട്ട് അയാള് ഒരു ഉയർന്ന തലത്തിലേക്ക് വരികയാണ്. ഈശ്വര ഉപാസകനായി അയാൾ വേറൊരു തലത്തിലേക്ക് സന്യാസ അവസ്ഥയിലേക്ക് വരികയാണ്. സന്യാസിക്ക് ജാതി ഭേദങ്ങളുണ്ടോ? വർണ്ണാശ്രമ ധർമ്മങ്ങൾ ബാധിക്കുന്നുണ്ടോ? താന്ത്രിക സന്യാസിയായി മാറുന്നു എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യമാണ്. അപ്പോൾ അവിടെ മറ്റു കാര്യങ്ങൾ എനിക്ക് നാം ജപിക്കാവോ, എനിക്ക് അർഹതയുണ്ടോ? ദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആളിതിനൊക്കെ അർഹതയായി. അവിടെ സ്ത്രീ പുരുഷ ഭേദമില്ല. ചെല്ലുകയും മെൻസസ് ആയിട്ട് ഇരിക്കാവോ? തെറ്റല്ലേ? ദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ വ്യത്യാസങ്ങളില്ലെങ്കിൽ, ആണും പെണ്ണും വ്യത്യാസമില്ലെങ്കിൽ പിന്നെ അവിടെ വ്യത്യാസം. ദേവിയുടെ കണ്ണിൽ നമ്മളെല്ലാം ദേവിയുടെ മക്കളാണ്. അപ്പം സ്വന്തം അമ്മയെ വിളിക്കാൻ ഞാൻ മെൻസസ് ആണ്, ഞാൻ വിളിക്കൂല അമ്മയെ എന്ന് പറയുമോ? ഇത് ചിലർക്ക് കുറ്റബോധമാണ്. പിന്നെ അന്ന് കൗൺസിൽ ചെയ്യണമെന്ന് നടക്കണം. ആൻസൈറ്റി ചെയ്തിട്ട് എന്തോ തെറ്റ് ചെയ്യും. ശീലം കൊണ്ടാണ്, അനുശീലനങ്ങളാണല്ലോ എല്ലാം.
കണ്ടീഷൻസ് ആണ്. റിവേഴ്സ് കണ്ടീഷൻ ചെയ്യണം. ഈ ഒരൊറ്റ ശ്ലോകം അതിന് ബലം തരുന്നുണ്ട്. എന്താണ്? ദീക്ഷ സംസ്കാര സമ്പന്നോ ജാതി ഭേദോ ന വിദ്യതേ. ശ്രീവിദ്യയിലേക്ക് കടന്നു വന്ന് ദീക്ഷ എടുക്കുന്ന ദീക്ഷാ സംസ്കാര സമ്പന്നനായി തീരുന്നവരാണ്. അയാൾ താന്ത്രിക സന്യാസിയായിട്ട് മാറും. താന്ത്രിക സന്യാസിയായിട്ട് മാറിയിരിക്കുന്നു. വേറൊന്നും വിഷയം ഏത് ഉയർച്ച താഴ്ചകളില്ല. ഞാൻ മറ്റൊരാളെക്കാൾ താഴ്ന്നവനാണോ ഉയർന്നവനാണെന്നോ ചിന്തിക്കുന്നു. അങ്ങനെ നമ്മൾ കാണുന്നവരെയൊക്കെ നമ്മൾ അറിയാതെ ഓരോ മനസ്സിലും നമ്മൾ ചിന്തിക്കും ഇയാൾ എന്നേക്കാൾ ഉയർന്ന ആളാണോ താഴ്ന്നതാണോ, അറിവ് കൊണ്ടോ പണം കൊണ്ടോ സ്റ്റാറ്റസ് കൊണ്ടോ നേട്ടങ്ങൾ കൊണ്ടോ ഒക്കെ നമ്മളൊരു കൂട്ടുകാരനെ കണ്ട് കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ മനസ്സിലാക്കി പറ്റുന്നത് ഇവരെന്നേക്കാൾ ഉയർന്ന ലെവലിലാണോ താഴ്ന്ന ലെവലിൽ അല്ലേ? എത്ര കുട്ടികളാണ്? 2 പേര്. എനിക്കൊരു കുട്ടിയേ ഉണ്ടാവും. 2 കുട്ടികൾ എന്ന് പറയുമ്പോൾ 2 പെൺകുട്ടികളാണ്. എന്ത് ചെയ്യും? ടാറ്റയിലാണ്. ടാറ്റയിലാണ്. ഞാനിവിടെ കുടുംബത്തിലോ ആയിട്ടില്ല. ഞാനിവിടെ ഒരു ബാങ്കില് ഇരുന്ന് കുത്തുന്നു. ഒരു ബാങ്കിലെ സെയിൽസിൽ നിന്ന് കുത്തുന്നു. അവൻ ടാറ്റയിലാണ്. ടാറ്റയല്ല, ടാറ്റയിൽ ടവറൊക്കെ പണിയുന്നു. മേലെ കയറി ടാറ്റയുണ്ടാവും. നമ്മളെ 24 hours ജീവിക്കുന്നിങ്ങനെ ഇതൊക്കെ വെച്ചോണ്ടാണ് ശരിക്കും ദീക്ഷ പാത പിടിക്കൂലേ? പാത പിടിക്കും. ദീക്ഷ എടുത്താലും പാത പിടിക്കുക. അത് പേടിക്കണ്ട. ദീക്ഷ എടുത്താൽ കുറച്ച് കുറവാണ്. അത് വേറെ വിഷയം. എങ്കിലും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ദീക്ഷാ സംസ്കാര സമ്പന്നം എന്ന് പറഞ്ഞതിനകത്ത് ഇന്നൊന്നുമില്ല എന്നുള്ളതാണ്. നമ്മൾ ഇതിൽ കൂടെ പാലിക്കണം എന്നുള്ള വേറെ കൃത്യങ്ങൾ ആളുകളെ കാണുന്നു. നമ്മുടെ വീട്ടിലൊരാൾ വരുന്നു, ഇയാളാരാണ്? ഇയാൾ മുസ്ലിമാണോ, ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോ, ഈഴവനാണോ, ബ്രാഹ്മണനാണോ, പറയനാണോ, പുലയനാണോ, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. ഞാൻ എപ്പോഴെങ്കിലും പെരുമാറിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നാൻ പാടില്ല. പിന്നെ ചില ആരെങ്കിലും ചോദിക്കും ഇറച്ചി ഇങ്ങനെ കഴിക്കാവോ രീതിയിലൂടെ ചോദിക്കുമ്പോൾ എന്നുള്ള രീതിയിൽ മാത്രം. അപ്പോൾ നമ്മളത് ചിന്തിച്ചാൽ പറയാൻ പറ്റും അല്ലേ? അത് മനസ്സിലാക്കിയിട്ട് അത് എങ്ങനെയാണെന്ന് കണ്ടു. അല്ലാതെ നമ്മുടെ ഉള്ളിലങ്ങനെ അത് ആരെയും. അപ്പോൾ അത് അപ്പോൾ ഇതൊക്കെ ക്വാളിറ്റീസ് ഈശ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പാലിക്കണം. അപ്പൊ നമ്മുടെ മനസ്സിന് ഒരുപാട് പ്രയാസം ഉണ്ടാവും. നമ്മളെക്കാൾ ഉയർന്നവരെ കാണുമ്പോൾ ദുഃഖവും, നമ്മളെക്കാൾ താഴ്ന്നവരെ കാണുമ്പോൾ ചെറിയ സന്തോഷവും നമ്മളെ വലുതെത്തിക്കില്ല. സന്തോഷം കുഴപ്പമില്ല, താഴ്ന്നവരെ കമ്പയർ ചെയ്തിട്ട് സമാധാനപ്പെടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അത് അഹങ്കാരമായി മാറുന്നതാണ്. ഞാനൊരു സംഭവമാണെന്ന് തോന്നി കഴിഞ്ഞാൽ വലിയ പ്രസ്ഥാനമാണെന്ന് തോന്നി വലിയ പാടാണ്. അപ്പൊ നമ്മളെക്കാൾ താഴ്ന്നവരെ കാണുമ്പോൾ ഏതെങ്കിലും രീതിയിൽ അല്ലേ? അപ്പൊ അങ്ങനെ ഉയർച്ച താഴ്ചകള് പാടില്ല. അപ്പൊ ദീക്ഷ പല രീതിയിലുണ്ട്. വർണ്ണമയ ദീക്ഷ, കാലാവധി ദീക്ഷ, അങ്ങനെ കുറെ ദീക്ഷകളെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ ക്രിയാവധി ദീക്ഷ, വർണ്ണമയ ദീക്ഷ, കലാവധി ദീക്ഷ, വേദമയ ദീക്ഷ, പല ദീക്ഷകൾ പറയുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞതാണ് അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. നമ്മളതില് ശക്തിപാത ദീക്ഷയിലൂടെയാണ് ഈശ്വരനായിട്ടുള്ളത് എല്ലാവരും അല്ലേ? അതാണ് ഇതിനകത്ത് ഏറ്റവും എളുപ്പം അറിയാൻ ശക്തിപാതം ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഗുരുക്കന്മാർക്ക് മറ്റുള്ള ദീക്ഷകൾ ചെയ്യാം. അപ്പം നമ്മൾ ചെയ്യുന്ന ശക്തിപാതം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ല. വലിയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ഗുരുക്കന്മാരായിരുന്നു. പക്ഷെ നമുക്ക് ആ എനർജിയെ ഡയറക്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു കണക്ഷൻ ചിലപ്പോൾ ദൈവത്തിൽ കാണുന്നില്ല. പക്ഷെ അത് തെറ്റല്ല. കാരണം ഈ അവര് ഈ ശാസ്ത്രമൊക്കെ ഒത്തിരി പഠിച്ചിട്ടുള്ളവരായിരുന്നു. പൂജയും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളവർ വേണമല്ലോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവർ കുറഞ്ഞവരാണെന്ന് അതിനകത്ത് അർത്ഥമില്ല. എങ്കിലും അപ്പം ശക്തിവാദം
അറിയാത്ത ആളുകൾ മറ്റുള്ളതിന് പ്രാധാന്യം കൊടുത്തിട്ട് ദീക്ഷ കൊണ്ട് വലിയ ചടങ്ങായിട്ടൊക്കെ സങ്കല്പിക്കാറുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ശക്തിവാദം ഉണ്ടെങ്കിൽ വളരെ എളുപ്പമുണ്ട് നമ്മുടെ കാര്യം. ദേവി ഡയറക്റ്റ് ആ ആളിലേക്ക് പ്രവേശിച്ചു ആളുകളെ മാറ്റിക്കൊണ്ട് അയാളുടെ ഉള്ളിലേക്ക് കുടിയിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ശക്തിവാദം. അത് തന്നെ പല രീതിയിൽ ചെയ്യുന്നവരും ഉണ്ട്. മന്ത്രോപദേശം കാര്യങ്ങളൊക്കെ ഈശ്വര കാര്യങ്ങളിൽ വരുന്നത്. രണ്ടാമത്തെ ശ്ലോകം ഭഗവാൻ പരമശിവ ഭട്ടാരൻ നമ്മുടെ കയ്യിലുണ്ടെന്നതല്ലേ അല്ലേ? സത്യാദൃഷ്ട ദശവിദ്യ സർവാണി ദർശനാനി ലീലയ തത്തദവസ്ഥ പ്രണീയ സംവിദ്യ ഭഗവത്യ ഭൈരവ്യ സ്വാത്മാവിന്യ പഞ്ചാംനായൻ പരമാർത്ഥ സംസാര ഭൂതാൻ പ്രണീനായ. ഇതാണ് പറഞ്ഞാൽ സിദ്ധാന്തം, ശ്രീവിദ്യാ സിദ്ധാന്തത്തെക്കുറിച്ച് പഞ്ചാംനായങ്ങളെ കുറിച്ചൊക്കെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. ശ്രീവിദ്യ എങ്ങനെയാണ്? തത്രായം സിദ്ധാന്ത ശ്ലോകമാണ്. ഈ സിദ്ധാന്ത പ്രകാരം എന്നുള്ളതാണ് പറയുന്നത്. തത്രായം സിദ്ധാന്തം. അപ്പൊ അതിനെ ആ സിദ്ധാന്തത്തെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്നത് ചുരുക്കി പറയുന്നത് 4 മുഖങ്ങൾ എന്ന് പറയുന്നത് ശിവന്റെ സത്യോജാതൻ, വാമദേവൻ, അഘോരൻ, തത്പുരുഷൻ, ഈശാൻ എന്ന് പറഞ്ഞ ശിവന്റെ 5 ഇത് 5 ഫ്രീക്വൻസികളാണ്. ഏറ്റവും താഴത്തെ ഫ്രീക്വൻസിയിലാണ് വികാരങ്ങളുള്ള ശിവനായിട്ടിരിക്കുന്നത്. രൂപത്തിൽ, മനുഷ്യരൂപത്തിൽ അല്ലെ, ജലയൊക്കെ ആയിട്ട് ശൂലമൊക്കെ ആയിട്ടിരിക്കുന്ന ശിവൻ. അവർ വികാരവിചാരം